ഹായ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്. ഇന്ന് അത്യാവശ്യം ഹെക്ടിക് ആയിട്ടുള്ളൊരു ഡേ ആണ്. ക്ലാസ്സും എക്സാമും എല്ലാം ഉണ്ട്. അപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ എനിക്ക് ബ്രഷ് ചെയ്ത് വന്നിട്ട് കുളിക്കാൻ ഡ്രസ്സ് നോക്കുമ്പോൾ പൊതുവേ നമ്മൾ അന്നത്തെ ടിബ്ലിസിലെ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് കേട്ടോ ഡ്രസ്സ് ചൂസ് ചെയ്യുക. കാരണം ഇന്നിപ്പോൾ നല്ല ചൂടാണെങ്കിൽ നാളെ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. സോ ഫോണിൽ വെതർ നോക്കിയോ പുറത്തൊന്ന് ഇറങ്ങി നോക്കിയിട്ടൊക്കെ ഡ്രസ്സ് ചൂസ് ചെയ്യുക. സമ്മർ വെയർ വേണോ വിൻ്റർ വെയർ വേണോ എന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഷൂം സോക്സ് ഒക്കെ ഇട്ട് പോകാനുള്ള പരിപാടികൾ നോക്കി. നാട്ടിൽ വെച്ചൊന്നും ഞാൻ സ്കിൻ കെയർ ഒട്ടും ചെയ്യില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ അതുപോലെ നടന്നു കഴിഞ്ഞാൽ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നേരെ കോളേജിലേക്ക് തിരക്കിട്ട് പോവാണ്. എൻ്റെ ഫ്ലാറ്റ് വരുന്നത് ഒരു 15th ഫ്ലോറിലാണ്. അവിടുന്ന് നമ്മൾ ലിഫ്റ്റൊക്കെ ഞെക്കി ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് അതിലേക്ക് ഇറങ്ങി. ഇവിടെ അത്യാവശ്യം നല്ല സെക്യൂർഡ് ആണ്. ഈ പിന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആർക്കും ഇങ്ങോട്ട് വരാനൊക്കെ പറ്റത്തുള്ളൂ. എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കോളേജിലേക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 20 മിനിറ്റ്സ് ഒക്കെയാണ് വേണ്ടത്. ഇന്നിപ്പോൾ എന്തോ മെട്രോ വർക്കിംഗ് ആയിരുന്നില്ല മോർണിംഗിൽ. അപ്പോൾ ഞാൻ ബസ്സിനാണ് പോയത്. മെട്രോക്ക് പോവുകയാണെങ്കിൽ ഒരു സ്റ്റോപ്പും ബസ്സിന് പോവുകയാണെങ്കിൽ 3ാമത്തെ സ്റ്റോപ്പിലാണ് യൂണിവേഴ്സിറ്റി വരുന്നത്. ഇപ്പോൾ കോളേജിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ടൽ ഐ ഡി ഒക്കെ കാണിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ക്യാപ്സ് ആണ്. അതിൽ തന്നെ ഒഫ്തെ ആയിരുന്നു. ഐ ഡ്രോപ്പ് ഒഴിക്കുന്നതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡായിരുന്നു പറഞ്ഞത്. എപ്പോഴാണ് മനസ്സിലായി ഇതിനൊക്കെ ഇത്രയും കാര്യങ്ങൾ നോക്കുന്നത്. എന്തോ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ജോർജിയൻ സ്റ്റുഡൻസ് ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഫുഡ് ഓർഡർ ചെയ്തൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഓർമ്മ. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിന് വേണ്ടി പോവാണ്. രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് കോളേജ്, സെക്കൻഡ് ക്ലാസ് ഹോസ്പിറ്റൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ സൈക്കോളജിയുടെ ക്ലാസ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് നേരെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. എൻ്റെ തൊട്ട് താഴെ ഉണ്ട് ഒരെണ്ണം. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഞാൻ ബിസ്ക്കറ്റും അവർ സമൂസയൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. എനിക്കാണെങ്കിൽ ആകെ തലവേദനയൊക്കെ എടുത്തു തുടങ്ങി. കാരണം രണ്ട് അറ്റത്തായിരുന്നല്ലോ ക്ലാസ്. അങ്ങനെ അത് കഴിഞ്ഞ് മെട്രോയുടെ എസ്കലേറ്റർ, അത് ഭയങ്കര ഇറക്കണം. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. മെട്രോ ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ അമ്മൂമ്മമാർ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിപ്പുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ഏജ് ആയിട്ടുള്ള അമ്മമ്മമാരാണ് ഇതുപോലെ സെയിൽസിനൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുന്ന് നേരെ ഞാൻ കാരിഫോറിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടാണ് വീട്ടിൽ പോയത്. ആക്ച്വലി ഞാൻ കുറേ കാലമായിട്ട് ചോക്ലേറ്റ് ഒക്കെ ഒഴിവാക്കിയതാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ ഇത് മേടിച്ചു. നേരെ അതും കൊണ്ട് വീട്ടിൽ പോയി. ഞാൻ ഈ എണ്ണിപ്പറക്കി കൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ 2 ക്ലാസ് കഴിഞ്ഞു. ഇനി ഈവനിങ്ങിൽ ക്ലാസ്സും എക്സാമും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വട്ടുപിടിച്ചതാണ് കണ്ടത്. വീട്ടിലെത്തിയത് ധൃത്തി പിടിച്ച് ഞാൻ ചോറ് വെക്കുകയാണ് കേട്ടോ. കാരണം ചോറ് ഉണ്ടാക്കിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് അടുപ്പത്തിട്ടിട്ട് ഞാൻ നേരെ റൂമൊന്ന് നീറ്റാക്കി. കാരണം കാലത്ത് നേരെ എനിക്ക് പോയതാണല്ലോ. ഈ ഒരു ക്ലീനിങ് ടൈമിലാണ് ഞാൻ പൊതുവേ ന്യൂസൊക്കെ ഒന്ന് കാണാറ്. അതുപോലെ യൂട്യൂബിൽ വല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നൊരു ടൈമാണിത്. ഞാനിപ്പോൾ ഈ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നുമല്ല. ചില ദിവസങ്ങളിലും നല്ല ഹെക്ടിക്കാണ്. ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവാണ്ട് ഫ്രീ ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ അത്യാവശ്യം ഹെക്ടിക് ആയിട്ടുള്ള ഒരു ഡേ ആണെന്നാണ്. അങ്ങനെ ഞാൻ ചോറും കറിയൊക്കെ കൂടെ കഴിച്ചിട്ട് നേരെ പഠിക്കായിരുന്നു. കാരണം ഇത് കഴിഞ്ഞ് നേരെ പോണത് എക്സാമിനായിരുന്നേ. എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ ക്യൂസ് ആയിരുന്നേ. അപ്പോൾ ഞാനിത് ഓൾറെഡി പഠിച്ചതായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യായിരുന്നു. കാരണം ഈ മാം അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടൊരു റിസ്ക് എടുക്കേണ്ട വെച്ചിട്ട് വേഗം ഒന്ന് റിവൈസ് ചെയ്ത് നേരെ കോളേജിൽ ഇറങ്ങി. മെട്രോ ഇറങ്ങി പുറത്തെത്തി നോക്കുമ്പോൾ നമ്മുടെ സീനിയർ ചേട്ടന്മാർ അവിടെ ഒരു ഡെലിവറി എടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞി പൂച്ചപ്രസവമായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കണ്ട് നേരെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയി. യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോർട്ടൽ ഐ ഡി ഒക്കെ കാണിച്ച് അവർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അകത്ത് കയറ്റി വിടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ഞാൻ അവന് പഠിച്ചതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആക്ച്വലി അവൻ പഠിച്ചോ ഇല്ലതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ കുത്തി പിടിച്ചിരുന്ന് ഞാൻ പഠിച്ച മൊത്തം അവനെ പറഞ്ഞ് കേൾപ്പിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കത്തിയടിച്ചിരുന്നിട്ടാണ് നമ്മൾ നേരെ ക്ലാസ്സിൽ പോയത്. ക്ലാസ് 6 മണിക്കായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഉൾഭാഗം. എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പർ അല്ലേ? ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഇതൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലുക്കാണ് നമ്മുടെ കോളേജ് എന്നുള്ളത്. അങ്ങനെ അവിടെ നിന്ന് നേരെ മുകളിൽ കാണുന്നതാണ് ഞങ്ങൾ പോകുന്ന ക്ലാസ്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ക്ലാസ്. ഇവിടുത്തെ ഓരോ ക്ലാസ് റൂമും ഓരോ ടൈപ്പിലാണ്. അതൊക്കെ ഞാൻ വേറെ യൂണിവേഴ്സിറ്റി ടൂറായിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ ലിഫ്റ്റിലൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ നേരെ ക്ലാസ്സിൽ പോയത്. അപ്പോഴേക്കും ചെറിയ ടെൻഷനൊക്കെ ആയി തുടങ്ങിയിരുന്നുള്ളൂ. കാരണം ഓറൽ ആയതുകൊണ്ടാണ് ഇത്ര പേടി. അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഒരുത്തൻ ഓടിക്കയറി എന്നിട്ട് എന്താ പഠിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആവുന്ന പോലെ എന്തൊക്കെയോ കുറച്ച് ഞങ്ങൾ ഓടിച്ചു നോക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ്സിൽ കയറാനുള്ള ടൈമായി. അങ്ങനെ ക്ലാസ്സിലെ മാം ആദ്യം അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ട് അതേ ഓർഡറിൽ ക്വസ്റ്റ്യൻ ചോദിക്കൽ തുടങ്ങി. എൻ്റെ റോൾ നമ്പർ 2 ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ നോക്കിയിരുന്നു. ഇവന് ഈ മുഖം പൊത്തിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് നിമിഷം ഓടി വന്നുകൊണ്ട് തന്നെ ഇവൻ അത്ര അങ്ങോട്ട് പ്രിപ്പറേഷൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ എൻ്റെ നോട്ടും കൊണ്ടാണ് കയറിയത്. ഈ നോട്ട് കണ്ടുകൊണ്ട് മാം പറഞ്ഞു നീ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ ഹാർഡ് വർക്കിന് ഞാൻ നല്ല മാർക്ക് നിനക്ക് തരും. എങ്ങനെ ഇരിക്കുന്നു? അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ എല്ലാവരും കൂടെ കത്തിയടിച്ചിരുന്നിട്ട് നേരെ വീട്ടിൽ പോയി. ഈ നേരമായപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു കേട്ടോ. മെയിനായിട്ട് നമ്മളിങ്ങനെ അവശതയാക്കണ ജോർജിയയിലെ ക്ലൈമറ്റ് ആണ്. കാരണം ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ തണുത്ത കാറ്റാണ്. അങ്ങനെ വീട്ടിലെത്തിയത് നേരെ ഫുഡ് നോക്കി. ഓക്കെ ഫുഡൊക്കെ ഇരിപ്പുണ്ട്, നൈറ്റിലേക്ക് കുക്ക് ചെയ്യേണ്ടി വരില്ലല്ലോ എന്നാണ് നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇനി നൈറ്റ് റൂട്ടീൻ വേറെയാണ്. ആ ടൈമിലാണ് നമ്മൾ വീട്ടിലേക്ക് വിളിക്കുന്നത്, കുക്ക് ചെയ്യുന്നത്, പഠിക്കാനുള്ളത്, പിന്നെ വർക്ക് ചെയ്യുന്നത് ഒക്കെ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും. അപ്പോൾ മോർണിംഗ് റൂട്ടീൻ നല്ല ഹെക്ടിക്കാണ്. നൈറ്റ് ചില ദിവസങ്ങളിൽ ഞാൻ ഒരു ബ്രേക്ക് എടുക്കും.
കാരണം ഞാൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ബ്രേക്ക് എടുത്തപ്പോൾ കുക്കിങ്ങിന് ഫുഡ് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ബ്രേക്ക് എടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടുത്തെ ജോർജിയയിലത്തെ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഓക്കെ, ബൈ.